മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 18:21 പ്രോവർബ്സ് 18:21 നമുക്ക് ധ്യാന വിഷയമാണ്. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. രാജുവും സോണിയും ആത്മാർത്ഥ സുഹൃത്തുക്കളായി. 1ാം ക്ലാസ് മുതൽ തുടങ്ങിയ അവരുടെ സ്നേഹബന്ധം 8ാം ക്ലാസ്സിലെത്തിയിട്ടും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇവരുടെ ഈ അസാധാരണ കൂട്ടുകെട്ട് ഒരാൾക്ക് മാത്രം അസഹനീയമായി തോന്നും. മറ്റാരുമല്ല, ഗോപനാണ്. ക്ലാസ്സിലെ പടുവികൃതി കുട്ടികളുടെ പേടി സ്വപ്നവും അധ്യാപകരുടെ നോട്ടപ്പുള്ളിയുമാണ്. രാജുവിന്റെയും സോണിയുടെയും കൂട്ടുകെട്ട് തകർക്കാൻ അവനൊരു മാർഗം കണ്ടുപിടിച്ചു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു രാജുവും സോണിയും. പിന്നാലെ ഓടി വന്ന ഗോപൻ രാജുവിനെ വിളിച്ചു മാറ്റി നിർത്തി ചെവിയിൽ മന്ത്രിച്ചു, ആരോടും പറയരുത്. വേറൊന്നും പറഞ്ഞില്ല. പിന്നെ അവൻ ഓടിപ്പോവുകയും ചെയ്തു. എന്താ രാജു ഗോപൻ പറഞ്ഞത്? സോണി ചോദിച്ചു. അതേ, ആരോടും പറയരുതെന്ന് അവൻ പറഞ്ഞത്. നീ എന്നോട് പറയുകയില്ലേ? സോണിക്ക് സംഗതി പിടികിട്ടിയില്ല. എന്നാൽ നിസ്സാരമട്ടിൽ രാജു പറഞ്ഞു, സോണി ആരോടും പറയരുതെന്നാ അവൻ പറഞ്ഞത്. രാജു ഗോപൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാക്കിയെങ്കിലും സോണിക്ക് രാജു തന്നിൽ നിന്ന് എന്തോ രഹസ്യം ഒളിച്ചു വയ്ക്കുകയാണെന്നാണ് തോന്നിയത്. താമസിയാതെ ആ ആത്മാർത്ഥ സ്നേഹിതർ പിണങ്ങി. ഇതിരുവരുടെയും വീട്ടുകാർ തമ്മിലും പിണക്കത്തിന് കാരണമായി. സോണിയുടെ അമ്മ മാമിച്ചെടുത്തി പറഞ്ഞു, എന്റെ ഏരിക്കുട്ടി, പിള്ളേർ ഇത്രയും നാള് ഒന്നിച്ച് നടന്നിട്ടും അവനൊരു രഹസ്യം പറയാൻ ബുദ്ധിമുട്ടാണോടി? അതെങ്ങനെയാടി? ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ ആരോടും പറയരുത്, അതാ ഡീസന്റ്. ഇങ്ങനെ ഇരു വീട്ടുകാരും തമ്മിൽ ശണ്ടയായി. സോണിയും രാജുവും തമ്മിൽ പിണങ്ങിയത് സ്കൂളിൽ അറിഞ്ഞു. പിണക്കത്തിന് കാരണക്കാരൻ ഗോപനാണെന്നത് ഹെഡ്മാസ്റ്റർ മനസ്സിലാക്കി. അദ്ദേഹം 3 പേരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് ഗോപൻ താൻ പറഞ്ഞതും അതിന്റെ പ്രതികരണം എന്തെന്നും തുറന്നു പറഞ്ഞു. അതോടെ സോണിയുടെ തെറ്റിദ്ധാരണ മാറി. വീട്ടിലും സത്യം മനസ്സിലാക്കി അവരും പരസ്പരം ക്ഷമ ചോദിച്ച് ഐക്യപ്പെട്ടു. രാജുവും സോണിയും തമ്മിൽ പിന്നീട് ഒരിക്കലും പിണങ്ങിയിട്ടില്ലാത്ത സ്നേഹിതന്മാർ പിണങ്ങിപ്പിരിയുമ്പോൾ അവർ താന്താങ്ങളുടെ രഹസ്യങ്ങൾ കലവറയിലിട്ട് കൂട്ടുകയും എന്നിട്ട് താക്കോലുകൾ കൈമാറുകയും ചെയ്യും. അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.